അവൻ പിന്നെയും വന്നിട്ടുണ്ട് നിന്നെ വീട്ട്. മുത്തശ്ശി, ഹനുമാന്റെ പുതിയ പ്രതിഷ്ഠയാ. പാല് വീട്ടിൽ വെച്ച് മറന്നു തോന്നുന്നു. ഹനുമാൻ എന്റെ മുഖാണോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നോടോ? അതെ. എങ്കി പറഞ്ഞോളൂ. സോറി. ശരി. അല്ല, എന്തിനാ സോറി പറഞ്ഞെന്ന് ചോദിച്ചില്ല. അയ്യോ സോറി. എന്തിനാ സോറി പറഞ്ഞത്? അന്ന് കുട്ടിയുടെ കൂടെ ആടിയതിനും പാടിയതിനും ഒക്കെ. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തിനാ മീരയെല്ലാം നിറഞ്ഞിട്ടും കുട്ടിയുടെ കൂടെ ആടുകയും പാടുകയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല. സോറി. ഓ, അത് സാരമില്ല. അല്ല, ആരാ മീരാന്ന് ചോദിച്ചില്ല. ആരാ മീര? അതൊരു വലിയ കഥയാ. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി അല്ല, ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയാം. എന്റെ മീര മരിച്ചു. പക്ഷേ അതേ രൂപത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോ എന്റെ മീര തിരിച്ചു വന്നു ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. പാടിപ്പോയി, ആടിപ്പോയി. സോറി മുത്തശ്ശി, ഓൾ ഓഫ് യു ടു. സോറി. ഞാൻ എന്തിനങ്ങനെ ചിന്തിച്ചത്? അയ്യോ, ഒന്ന് പ്രേമിച്ചതല്ലേ? കണ്ടപ്പോ ഞാൻ കരുതി ഫ്രഷ് ആയിരിക്കുമെന്ന്. ഞാൻ ഓവറാക്കിയോ? ആക്ച്വലി ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ, ഒരു വൺ വേ ലവ് ആയിരുന്നു. ആണോ? ആ, ഞാൻ ഫ്രഷ് ആണ്. കുട്ടിക്കറിയോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം എന്റെ കണക്ക് ടീച്ചർ എന്നെ പ്രേമിച്ചു. പക്ഷേ എന്താന്നറിയില്ല, ഞാനത് കണക്കിലെടുത്തില്ല. പിന്നെ കോളേജ് പഠിക്കുമ്പോ മീര എന്നെ പ്രേമിച്ചു. ഞാനത് തട്ടിക്കളഞ്ഞു. എന്റെ ആളെ കാണുന്നവരെ ഞാൻ കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പോ ഇവിടെ വെച്ച് കുട്ടിയെ കണ്ടപ്പോഴാണ് എന്തു പറ്റി? ദിസ് ഇസ് എ ബിഗ് റോക്ക്. തട്ടിട്ട് നീങ്ങില്ല. ഐ തോട്ട് ദിസ് ഇസ് എലിഫന്റ് പിണ്ടം, യു നോ. ഓ, ഹോഴ്സ് വെഹിക്കിളാ. അതെ, ഞാൻ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? എവിടെയായാലും മതി. ഒന്ന് ഇറങ്ങാമോ? എന്തേ? ഇറങ്ങോ. ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. വീരമണി വണ്ടിയുടെ. അല്ല, ഞാനും കൂടി കയറിയിരുന്നെങ്കിൽ കൂടുതൽ പരിചയപ്പെടാമായിരുന്നു. കൂടെ നടന്ന് പരിചയപ്പെട്ടാ മതി. വണ്ടി പതുക്കെയല്ലേ പോകുന്നത്. ആയിക്കോട്ടെ. ഇവൻ ഇത്തിരി ദഹനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഇന്നിനി വ്യായാമം കൊടുക്കല്ലേ? പിന്നെന്താ? എന്തു പറ്റി? സൈഡിൽ കൂടി നടന്നപ്പോ കാലില് വീലേറിയതാ. അയ്യോ. ഏയ്, കൊഴപ്പില്ല. അല്ല, വീട്ടിലെന്തെങ്കിലും പറ്റിയാവോ? എന്താ പേര്? മീന. എന്താ കഴിച്ചെന്നല്ല ചോദിച്ചത്. എന്റെ പേരാ പറഞ്ഞത്, മീന. നമ്മുടെ പേരെന്താണാവോ? ഭുവൻ. പൂവനോ? രണ്ട് പെടയുടെ കുറവുണ്ട്. പൂവനല്ല, ഭുവൻ ചന്ദ്രൻ. വീരമണി, ഗിയർ ചേഞ്ച് ചെയ്തോളൂ. സ്പീഡ് കൂടുന്നുണ്ടോ? കുതിരക്കാരാ, ഞാൻ കുതിരയൊന്നും അല്ല. എനിക്ക് അങ്ങനെ 2 കാലേ ഉള്ളൂ. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? വിചാരിച്ച പോലെ വീണു. വേണോ? അയ്യോ, പോലെ. ഹെൽപ്പ് വേണം. ആള് പുറകിലുണ്ട്. കുതിരക്കാരാ, ഒന്നും നിർത്തൂ. കുതിരയുടെ ബാക്കിൽ എന്താ പോയിക്കൊണ്ടിരിക്കുന്നു? അയ്യേ, ചാണകമല്ലേ ഇത്? കുതിരക്കാരാ, കുതിരയുടെ ഡിക്കി ഒന്ന് അടയ്ക്കൂ. ലഗേജ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചെവി കേട്ടൂടാ പോസ്റ്റേ. അല്ല, ഇയാളെങ്ങനെ വിടത്തി? ഇവിടത്തെ കുതിരക്ക് ലൂസ് മോഷൻ ആയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. എന്തത്? അച്ചാറ് കമ്പനിയാ. 5-6 കമ്പനിയാ? എന്നിട്ട് ഒരെണ്ണല്ലുള്ളൂ? 5-6 അച്ചാറ് കമ്പനി. അച്ചാറ് കമ്പനിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിക്ക്. ഷൂ അഴിച്ചിട്ടിട്ട് കേറിയാ മതി. ഓ, ഷൂ. അപ്പൊ ഈ ഷൂ? ഇത് ഷൂ അല്ല, പിന്നെ വരുന്ന വഴി ചാണം ചവിട്ടിയതാ. അയ്യേ, പോയി കഴിട്ടുവാടോ. ചാണകം എന്റേതല്ല, ഇവിടുത്തെ കുതിരയുടേതാണ്. ആരുടെ ആണെങ്കിലും കഴുകണം. വെള്ളം എവിടെ കിട്ടും? പൈപ്പ് കിട്ടും. പൈപ്പ് അവിടെ കിട്ടും. അവിടെ പോയി ആരോടെങ്കിലും ചോദിക്കണോ? മൂക്കത്തുള്ള ശുണ്ടി. എന്താ? വാചകത്തിന് ഒരു കുറവുമില്ല. കുറപ്പിക്കണം. സിഗരറ്റ് വലിക്കോ? ഇല്ല. മദ്യപാനം? അയ്യോ, അതിന്റെ രുചി എന്തെന്ന് അറിയുപോലും ഇല്ല. അപ്പോ നാവിനൊക്കെ നല്ല രുചി കാണും അല്ലേ? പിന്നെ ഇതിന്റെയൊക്കെ കളറ് കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല, നാവ്. അയ്യോ, എന്തു പറ്റി? മലയാളാക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? ഇനിയാതാ? അപ്പതേ ഈ മുളകച്ചാർ കൊറേ കൊടുത്തേ, തിന്നു നോക്കട്ടെ.
നല്ല മധുരമുള്ള മുളകാ, കഴിച്ചോ. അയ്യോ കൊതിയൻ ആർത്തിയുണ്ട്. പഴയ മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. എരിയുന്നുണ്ടാവും പാവം. എരിയനില്ല എന്നാ ഞാൻ പോയി നല്ല എരിവുള്ള കാന്താരി മുളക് അച്ചാർ എടുത്തോണ്ട് വരാമേ. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം തരുമോ? പിന്നെന്താ, ചാറ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അയ്യോ, അല്ല, നാവിൽ അച്ചാർ വെച്ചതിന് താനെന്തിനാ മൂട്ടിത്തടവുന്നത്? ഉള്ളിക്കുടി കലശം പോട്ടാ പട്ടി. നാരങ്ങ അച്ചാർ എടുക്കട്ടെ? നാരങ്ങ അച്ചാറ് വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗ് അച്ചാറുണ്ടാക്കിയേ. ഉവ്വ. ഓൾഡ് ബാഗ് പിക്കിൾസ്. കാന്താരി ഊറുകായ റെഡി. കൊഞ്ചം സാപ്പിട്ട് പാരുങ്ങളെ. നോ 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 നോ. ഇത് ഒരുമിച്ച് തന്നെ ഞാൻ വായില് ടേസ്റ്റ് അറിയില്ല. ഞാൻ കുറച്ചേരം ദാവുണ്ട് വെള്ളത്തിലിട്ടിട്ട് വരാം കേട്ടോ. അണ്ണാ വാപ്പാ ബാപ്പേ വാടാ ഇതെല്ലാം കളഞ്ഞിട്ട് അകത്ത് വന്ന് അമ്മയെ കാണണം. അമ്മ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മാനം തരാൻ വേണ്ടി ഇത് കഴിഞ്ഞ അത്തക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കിട്ടും. കയ്യൊക്കെ പോയി, കയ്യിലിരിപ്പോണ്ടാ. അയ്യേ, പച്ചകുത്തനാണ് മോനെ. നീ അണ്ണന്റെ സ്ഥിരം ആളായതിന്റെ സീലാണ്. എവിടെയെങ്കിലും വെട്ടേറ്റ് കണ്ടന്തുണ്ടമായി കിടന്നാലേ നിന്റെ ബോഡി തിരിച്ചറിയണ്ടേ. അതിനാണ് ഈ പച്ചകുത്തല്. അയ്യേ, കുഞ്ഞു കുട്ടികളെ പോലെ കരയല്ലേ. ഉറുമ്പരിക്കുന്ന വേദനയല്ലേ ഉള്ളൂ. ചേട്ടാ, ഉറുമ്പടിക്കുന്ന വേനയല്ലേ ഉള്ളൂ. ഇപ്പൊ തരട്ടാ. പട്ടീന്നാ നായാന്ന് എഴുതിയിരുന്നെങ്കിൽ ഒരു ഇറും കൂടി ഇട്ട് നായർന്ന് വായിക്കാറുന്നല്ല. ഇപ്പുറത്ത് പേന എഴുതിയ പേപ്പട്ടീന്ന് കൂടി വായിക്കാട്ടാ. കിളിയാണ് ഇതൊരുമാതിരി മറ്റേടത്തെ സമ്മാനായി പോയി. ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയാ. അത് ദൈവത്തിലേക്കുള്ള വഴിയാവാതിരുന്നാ മതിയായിരുന്നു. നീ കുതിര പുറത്ത് പോയാ മതി. കുതിര ഓടിക്കാൻ നിനക്ക് നല്ല തെരിയല്ലേ. ചിന്ന രാജ ഇതിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു. കുതിരക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. നിന്റെ തലയിലെന്താ കറിച്ചിട്ടിയാ? ആയിരുന്നു. ഇപ്പൊ ഇത് ഹെൽമെറ്റാ. വീണ തലക്കൊന്നും പറ്റില്ലല്ലോ. ഓ, രണ്ടും കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടാണ് അടിയിട്ടാൻ. പെണ്ണിനെ വളക്കാനല്ല, കുതിരേനെ വളക്കാൻ. ഓ, ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. ഈ കുതിരേനെ ഇനി അങ്ങനെ നിർത്തൂടാ. വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിക്കൂ. കേട്ടിട്ടില്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിക്കും കുതിരാന്ന്. വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ. നീയോ ചാവാൻ നടക്കണ്. എന്നെ കൂടി കൊലക്കൊടുക്കണ എന്തിനാ? നീ എന്റെ പാർട്ട്ണർ അല്ലടാ. ദേവി, ഇങ്ങനെ ഒരു പാർട്ട്ണറെ വേറെ ആർക്കും കൊടുക്കല്ലേ. ഇല്ല, ആർക്കും കൊടുക്കില്ല. നിനക്ക് തന്നെ ആരാട്ടാ. ഈശ്വര, ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. നീ ആ തൂണ് കണ്ടാ? ഞാൻ കണ്ടു, പക്ഷെ കുതിര കണ്ടോന്ന് അറിയില്ല. നിന്നടാ. ഒരു കുതിരപ്പുറത്ത് 2 കഴുതകൾ. അപൂർവ കാഴ്ചയാ. ആണായി പറഞ്ഞവരാരും ഇല്ലേ വീട്ടിൽ? എന്താ? ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്താടാ? നീ തികയില്ല. ഇവിടുത്തെ തടിമാടന്മാരില്ലേ, അവരെ വിളിക്ക്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? കുതിരപ്പുറത്തൊന്ന് അംഗം വെട്ടാൻ. ഇത് പുത്തൂരം വീടല്ല. എന്നടാ എന്നടാ ഇങ്ങ കേട്ടാ? ഇങ്ങ വാ. എന്നടാ ഒന്ന് ഇറക്കി തരൂ. ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കി തരൂ. ഓ, അതാണോ കാര്യം? അത് ഈസി അല്ലേ. ഇപ്പൊ ഇറക്കി തരാം. ഇത് വെറും കുതിരയല്ലടാ, ടിപ്പർ കുതിരയാ. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ അൺലോഡ് ചെയ്തത്. അതെ, താൻ ഈ കുതിരേനെ പൊക്കാൻ വേണ്ടി എന്ത് കൊണാപ്പാ ചെയ്തത്? അത് നിസാരം. അതിന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കി കൊടുത്താ മതി. എന്നാ എന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്ലിയാക്കിയേ. എനിക്കും പൊങ്ങാൻ പറ്റണില്ല. അതെവിടെ? എന്താ? അത് പൊക്കിളല്ല, പിന്നെ അത് കപ്പിളാ. പുറത്തിറങ്ങണ്ട. എന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്തിന്റെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഞാൻ ആളെ വിട്ടു. ആ ആളിനെ അവമാനിച്ചു വിട്ടില്ലേ? നീ ഇനി സംസാരിക്കണ്ട. എടേ, നീ അയാളുടെ മോളില്ലേ? ഈ ഇറങ്ങടി, ഇറങ്ങിടിക്കീളെ. നീ സംസാരിച്ചാ മതി. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ നീയോ നിന്റെ അച്ഛ
ഒറ്റൊന്നും എവിടെ പോകില്ല. പേസടി പേസടി പേസ. ഓക്കെ, ആ let us talk about your bloody 30 acres land. ഏ? Talk about your bloody 30 acres land. ഇത്. Come on. Come on, man. டேய் பாண்டி, என்னடா பேசுடா பேசு. உனக்கு தெரியுமாடா இது ஏபிசிடிடா. டேய் நீ ஊருக்கு பெரியவன் தானே, நீ பயங்கரம் தானே, பேசடா. മോളെ ഇങ്ങ വാ, പേശി മുടി. டேய் பாண்டி, എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിലും ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഇടാ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ചൊൽ. Excuse me. What's happening here? What's the matter? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ, സൊല്ല്. Hey, old man. What's going on here? What's wrong with you? Hey, come on, man. Hey, let's talk about the 30 acres of land. The bloody 30 acres of land. Hey, Humpty Dumpty sat on a wall. Twinkle, twinkle, little star. How I wonder what you are. ഏയ്, വണ്ടി എടുക്കട്ടെ മോളെ. പേസടാ. Hey, madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. अबे सुन, पांडिदुरे अन्ना और मैं जो कहता है वही हम पे चलेगा. हिंदी अन्ना है. वो 30 एकड़ जमीन है ना, वो अन्ना की है. सिर्फ अन्ना की है. समझा? समझा बेटी? ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പയ്യ എന്നല്ല, നീ ചെവിയെ നുള്ളിക്കോ. വാ മോളെ, കൈയടിക്കടാ. ഒന്നാണോ സ്നേഹം കാണിക്കുന്നത്?